ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ജ്യോതിഷ് ഉമ്മപ്പറമ്പ്. ഞാനിപ്പോൾ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേണ്ട വിധ സഹായം ചെയ്തു തരണം. പ്രത്യേകിച്ച് ഏതാ ചെയ്തു തരേണ്ടത്? പ്രത്യേകിച്ച് ശ്രീജിത്ത് നമ്പ്യാർ, പിന്നെ ഉണ്ണികൃഷ്ണൻ മുഴപ്പിലങ്ങാട്, പിന്നെ ധന്യ ഉണ്ണി, പിന്നെ സന്തോഷ് കുമാർ പയ്യന്നൂർ അഡ്വക്കേറ്റ്, പിന്നെ ആരുമില്ല. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ പാവായ എന്നെ പഠിച്ചിട്ട് ഫാദർ മുണ്ടസ് പരിയാരം, പിന്നെ എവിടെയാണ് എല്ലാവിടെയും കൊണ്ട് വിസിറ്റിംഗ് ഗേൾസിൽ 2.5 മാസം ഫാദർ മുള്ളസിൽ എന്നെ സ്നേഹിക്കുക, അതിന് ഉമ്മ വെച്ചുകൊണ്ട് ഉമ്മ വെക്കുക മുതലായ കാര്യങ്ങൾ ചെയ്തു വരുന്നു. സാരില്ല, ഇഷ്ടമല്ലേ? ഇഷ്ടത്തിന് തടിപ്പറയുക ഞാൻ ആര്. അപ്പോൾ ജിത്തില്ലാതെ എനിക്ക് ജീവിതമില്ല. ജിത്ത് മീൻസ് ശ്രീജിത്ത് നമ്പ്യാരില്ലാതെ എനിക്ക് ജീവിതമില്ല. അതായത് മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് ശ്രീജിത്ത് ഏറ്റവും ഇഷ്ടം ലോകത്തിൽ ഇത് 7-14 ലോകത്തിൻ്റെ അധിപനായ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീജിത്ത് നമ്പ്യാരെയാണ്. ശ്രീജിത്ത് നമ്പ്യാർ ആരാണ്? ശ്രീജിത്ത് നമ്പ്യാർക്ക് വേണ്ടി ഒരു പാട്ട് പാടല്ലോ. ശ്രീജിത്ത് നമ്പ്യാർക്കും പത്നിക്കും വേണ്ടി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. നീ കണ്ട തടിക്കു വിനാശവൂ, നിന്ന നേരമെന്നേതും അറിഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് ശ്രീജിത്ത് നമ്പ്യാർ, സെക്കൻഡ് നിഷ നമ്പ്യാർ, തേർഡ് ബാബു, ഫോർത്ത് പ്രദീപ് കുമാർ, ഫിഫ്ത്ത് അനീഷ്, സിക്സ്ത് ഷോണിമ, സെവൻത്ത് ഷോണിമ, സെവൻത്ത് അഖിൽ, എയ്ത്ത്. എന്നിട്ട് ചോദിക്കുകയാണ്, പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. നോർമൽ മാൻ. ജ്യോതിഷ് നല്ല കുട്ടിയാണ്. ആരോട് പറയാം? സിസ്റ്ററോട്, ഫാദർ മുള്ളസിലെ സിസ്റ്ററോട്, എന്നെ സ്നേഹിക്കുന്ന ആ മെലിഞ്ഞ സുന്ദരിയായ സിസ്റ്ററോട് പറയാ, ജ്യോതിഷ് പാവമാണ്. എത്ര പാവമാണെന്ന് അറിയാമോ? എന്തിനാണിങ്ങനെ? നല്ല കുട്ടിയാണ്. അവൻ്റെ വീട്ടിൽ കൂടി, അതായത് ഹൗസ് വാമിങ്ങിന്. മോനെ, ഞാനൊരിക്കൽ ആരോടോ അല്ല, രഞ്ജിത്ത് നമ്പ്യാരോട് പറഞ്ഞു, ഇത് ജനസ് വേറെയാണ്, കളി പലതലം ഉണ്ടാവും. രാവൺ ഓൺലി 10, എനിക്ക് 99 പോയിട്ടാകുന്നു. എല്ലാം എൻ്റെ അമ്മ അമ്മൂലമ്മ തപസ്സിരിക്കുന്നു, ഭഗവതി അമ്മ നോട്ട് ചെയ്യുന്നു, കാളിമാത ശിക്ഷ കൊടുക്കുന്നു. ഇത് കളി വേറെയാ മക്കളെ, കളി വേറെയാ. യേശു എൻ്റെ കരളിൻ്റെ കരള്. ഞാൻ കൊന്തയിട്ടിട്ട് പോയപ്പോൾ പറയാ, ഒന്നുകിൽ ഷർട്ടിൻ്റെ ഉള്ളിലാക്കണം, അല്ലെങ്കിൽ അഴിച്ചു വെക്കണം. ഇവരിക്കാരാ? ഞാൻ നമ്പൂതിരിപ്പാട് മേശാന്തിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല നിയമം.
എല്ലാം ഒന്നാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒന്നാണ്. അപ്പോൾ ആർക്കും അതിന് വാക്ക് വിട്ടെടുത്ത കാര്യം? വിശ്വമയയിൽ പിറന്ന വിശ്വരക്ഷക. ഞാനിപ്പോൾ അമ്പലത്തിൽ വരാതെ എല്ലാവരും ഭയപ്പെട്ട് ഓടുകയാണെന്നാണ്. സോറി മക്കളെ, എനിക്ക് പുലയാണ്, അതുകൊണ്ട് കേട്ടാ. എല്ലാം കളിച്ചിട്ട് ഞാനൊരു വരുത്തുകാരൻ. നരസിംഹാവതാരം ആടിയിട്ട് ഞാൻ നരസിംഹാവതാരം ആടിയിട്ടുണ്ട് ഹിരണ്യകശിപുവിനെ കൊല്ലുവാൻ. അപ്പോൾ ഹിരണ്യകശിപു എന്ത് പറഞ്ഞു? എനിക്ക് ഓട് വേണ്ട, ജീവൻ മതി. എല്ലാവർക്കും ഞാൻ വാരി കോരിക്കൊടുക്കും. കാരണം ഐ ആം എ ഗോഡ്. ഗോഡ് ഈസ് ഡോഗ്, ഡോഗ് ഈസ് ഗോഡ്. ദൈവം പട്ടിയാകുന്നു, പട്ടി ദൈവമാകും. നല്ലത് ചെയ്യൂ, നല്ലത് നേടൂ. ദ്രോഹിക്കുന്നവർക്ക് ദൈവം പണി കൊടുക്കും. അതാണ് സത്യം, അതാണ് സത്യം, അതാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്കെല്ലാം ഞാനിങ്ങനെ എന്താ ചെയ്യുക, പാവങ്ങളല്ലേ. ഇന്നോവ എന്നോട് പറയുന്നത് 2 ഇന്നോവയൊക്കെ ശ്രീജിത്ത് നമ്പ്യാർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇന്നോവയുള്ളെന്ന്, ശ്രീജിത്ത് നമ്പ്യാർക്ക് ഒറ്റ ഇന്നോവയുള്ളെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? 2 ഇന്നോവ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്. എന്തിന്? പിന്നെ നല്ല വഴിക്ക് പോകുമ്പോൾ ചൂട്ട കത്തിക്കാൻ, ഒരു പഴഞ്ചൊല്ലാണ്. പിന്നെ അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ വാട്സപ്പ് സ്റ്റാർട്ടപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കളികൾ കളിക്കും, ലീലകളാടും, എല്ലാം ചെയ്യും മക്കളെ. വിശ്വരായയിൽ പിറന്ന വിശ്വരക്ഷ. അതിനേക്കാൾ വേലായുധൻ്റെ പാട്ട് എനിക്കറിയില്ല. വേലായുധനെ കാണാൻ പോയി. എന്തോ തുടിക്കുന്ന ഹൃദയങ്ങൾക്ക് കാണാനുള്ളതാണ് വേലായുധൻ. ശ്രീകൃഷ്ണനും ഇല്ല, വേലായുധൻ പഴനിയാണ്ടവൻ. ഇതാ എൻ്റെ പെങ്ങളുടെ പിന്നെ പാവമാണ് കേട്ടോ. എൻ്റെ ദുഷ്ടത്തിയായ എന്ന് പറയാൻ പാടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പണി കിട്ടൂലേ. എൻ്റെ സ്വന്തം പെങ്ങൾ, സ്നേഹമയ്യായി ഹോർലിക്സ് കാച്ചു തരുന്ന, അമൃതം പൊടി കാച്ചു തരുന്ന, ഈച്ചയെ സ്നേഹിക്കുന്ന എൻ്റെ പെങ്ങൾ. വേറൊരു പാടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു പാട്ട്, സന്തോഷത്തിന് സുമംഗലി പാടാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട്. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയു ഒരു പ്രേമകഥയിലെ യുഗ്മഗാനം സുമംഗലി. അങ്ങനെ ആക്കുമ്പോഴാണ് 7 മാസങ്ങൾ ഞാൻ ജയിലിൽ കിടന്നത്. ഗാന്ധിജി വരെ 1 കൊല്ലം കാറ്റുണ്ടായി കിടന്നിട്ട്. എനിക്ക് 7 മാസം. പക്ഷേ ഞാൻ പണി കൊടുത്തവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ട്. ആർക്ക്? വേലായുധൻ നിറഞ്ഞാടുകയാണ്, വേലായുധൻ നിറഞ്ഞാടുകയാണ്, ഗംഗണപതി നിറഞ്ഞാടുകയാണ്. പരമേശ്വരൻ എൻ്റെ കണ്ണിലുണ്ണി, എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടിക്കുകയാണ്. പിന്നെയോ ആര്? ദുഷ്ടന്മാർ ഭൂമിയിൽ തഴച്ച് വളരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് തെറ്റല്ലേ? ദാനധർമ്മഷ്ടനാണ് കർണൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ദാനശീലനാണ് കർണൻ, അതാണ് ശരി. സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്, സൂര്യൻ എവിടെ അസ്തമിക്കുന്നുവോ അത് പടിഞ്ഞാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട്. ആരെ കാണാൻ? ശ്രീജിത്ത് നമ്പ്യാർ. അയ്യപ്പോ എന്നെ തൊട്ടാൽ ലോകം കത്തും, ഉറപ്പാ മോനെ ശ്രീജിത്ത് നമ്പ്യാറെ. ഇത് പഴയ യുഗമല്ല, കലിയുഗം കഴിഞ്ഞു. ഇത് 11ാമത്തെ അവതാരമാണ്. പേര് കൽകി കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഏതാ മോനെന്നറിയാ? എനിക്ക് കാണിച്ചു തരാടാ, എനിക്ക് കാണിച്ചു തരാ. ശിവനെ, പരമേശ്വരനെ, ശിവാട്ടനെ. നീയല്ലടാ എൻ്റെ അച്ഛൻ ശിവനെ നീ ശിവാട്ടനെ വിളിച്ചത്? മോനെ
മത്സ്യകൂർമ്മ വരാഹ പരശുരാമ, പിന്നെ ഹിരണ്യക എന്താ പറയാ, പരശുരാമ, അങ്ങനെ കുറേ ഉണ്ട്. കുറേയല്ല, 10 അവതാരം. ആ അവതാരങ്ങളെ ശേഷം വന്നൊരു അവതാരമായി ഞാൻ പുനർജനിക്കും. എന്തിനു പേടിക്കുന്നു? 12 13 അല്ല, ഇതാ കൈകൾ നീട്ടി കെട്ടിത്തരും. നീ എന്ത് ചെയ്യുന്നു? ഫാദർ മുല്ലസിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ നായർ, അവനാരെ എന്നെ കെട്ടിയിരുന്ന് നോക്കി വയ്ക്കുന്ന ആ നല്ലവനായ മനുഷ്യനെ ഞാൻ അനുഗ്രഹിക്കണോ, ചവിട്ടണോ? വേണ്ട, അനുഗ്രഹിക്കണം. കാരണം അല്ലാഹ് മേരാ ദാദാ. രൂപമില്ലാത്തവനാണ് അല്ലാഹ്, രൂപമുള്ളവനാണ് കൃഷ്ണൻ, രൂപമുള്ളവനാണ് ജീസസ്, രൂപമുള്ളവനാണ് മാതാ മേരി. പഠിക്കൂ മക്കളെ, പഠിക്കൂ, പഠിപ്പിച്ചു കൊടുക്കൂ. അറിവില്ലാത്തവർക്ക് അറിവ് തകർന്നു കൊടുക്കൂ. ഇതല്ലേ ശരി? അതാവണം ശരി. അപ്പോൾ ഒരു പാട്ട് കൂടി പാടാം. പാട്ട് പാടിയില്ല, പാടാമെന്ന് പറഞ്ഞെ. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ അപ്പോൾ അതിലേറെ വിറ്റുണ്ട്. തമാശ. ഞങ്ങളിത് പളനിയിലേക്ക് പോവുകയാണ്. കംസൻ അടികിട്ടി. കൃഷ്ണൻ്റെ അവതാരം കംസന്. കൃഷ്ണൻ്റെ അവതാരമല്ലോ, കൃഷ്ണൻ്റെ മാമൻ അരിക്കടിയിട്ട് മാമന്. എന്നിട്ടും കളി വിടുന്നില്ല, അവർക്ക് കൊണ്ടാന്ന്. എന്നിട്ട് എനിക്ക് പഠിക്കാൻ പേടിയില്ല. എനിക്ക് പേടിയുണ്ടാ? സോറി, നീ ചെറിയ കുട്ടിയല്ല. സോറി. പിന്നെ അപ്പോൾ നമ്മൾ എവിടെ പഠിച്ച ആ പാട്ട് നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ, കണ്ണാമഴ മുകിലൊളിവർണ്ണ, ഉറങ്ങിയുണരും ഗോപതപസ്സിനെ യദുകുലമാക്കി നീ, കണ്ണായതുകുലമാക്കി നീ. അപ്പോൾ അതായാടാ. എനിക്കിന് ലേസ ഉള്ളത്. ലേസിനെ പറ്റി പാടണം വേണ്ട, ലേസ് പാവല്ല. പാമ്പേഴ്സ് ഉണ്ട്, പാവാണ്. പാമ്പേഴ്സ് നല്ലതാണ്, എനിക്ക് പാട്ടില്ല. മുളക് വേണോ, ജീരകം വേണോ, കടലൊക്കെ വേണോ? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം മതി അല്ല സായാൻ. അപ്പോൾ ഞാൻ നിർത്തുന്നു. എന്നെ സഹിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ വഞ്ചിക്കാതിരുന്ന, എന്നെ വഞ്ചിച്ചു കൊണ്ടേയിരിക്കുന്ന അഹംഭാവികൾക്കും അഹംഭാവമില്ലാത്തവർക്കും കുഞ്ഞിക്കുട്ടികൾക്കും എല്ലാം എൻ്റെ ഒരായിരം സ്നേഹ സാഗരങ്ങൾ. പോരെ താങ്ക് യു. എന്തൊക്കെ ഇവിടേക്ക് ലാസ്റ്റാണ് അതൊക്കെ. അപ്പോൾ ഓഫാക്കട്ടെ, നേരെ വീടിനടുത്തേക്ക്. ഇതാണ് എൻ്റെ മരുമകൾ മിസ് കുമാരി ആർദ്ര. ഓക്കെ, താങ്ക് യു.